ഹേയ്സ് വെൽക്കം ബാക്ക് ടു അമിക്കിൻ സർവൈവൽ പാർട്ട് 11. നമ്മളിന്ന് വീണ്ടും അമിക്കിൻ സർവൈവലോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ താഴെ കണ്ട വേറൊരു സാധനം വന്നിട്ടുണ്ട്. ഒരു ബുക്ക് പോലെ ഇരിക്കണ എന്താണെന്ന് അറിഞ്ഞോളാം. ഇത് ന്യൂ അപ്ഡേറ്റ് ആണ്. ഓ, അമിക്കിൻ ബുക്കാണെന്ന് തോന്നുന്നു. നമ്മൾ റെയർ അമിക്കിനൊക്കെ പിടിക്കുമല്ലോ, അങ്ങനെ എന്തൊരു ബുക്കാണ്. അൺലോക്ക് അമിക്കിൻസ് 4 അമിക്കിനെ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുള്ളോ? കുറേ ഉണ്ടല്ലേ. എനിക്ക് തോന്നുന്നു ഈ റെയർ അമിക്കിൻ അങ്ങനെ വല്ലതും ആണോ? ക്ലിം റിവാർഡ്. അവിടെ ഇതിനൊക്കെ പിടിച്ചു നോക്കുക, റിവാർഡ് കിട്ടുമെന്ന്. പുതിയതായിട്ട് എന്തൊരു സാധനവും കൂടെ വന്നിട്ടുണ്ട്. റിപ്പയർ ബെഞ്ച് ഗൈസ്. നമ്മളിത് കുറേ അന്വേഷിച്ചായിരുന്നു, നമുക്ക് കിട്ടിയില്ല. ഒടുവിൽ നമ്മൾ റിപ്പയർ ബെഞ്ച് വന്നിട്ടുണ്ട്. നമുക്ക് വയ്ക്കാൻ പറ്റും. വാക്സ്ഡ് ക്ലോത്ത്, അയൺ നമ്മൾ മറ്റേ സ്ഥലത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏത് മറ്റേ സ്റ്റോൺ എക്കോസ്, അവിടെ അയൺ ഓറുണ്ട്. നമുക്ക് ഈ പോളിഷ്ഡ് ബ്ലാങ്കും വാക്സ്ഡ് ക്ലോത്തും എടുക്കാം, അല്ല ഉണ്ടാക്കാം. അവിടെ ഇതിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യണുണ്ടോ? അത് കുറച്ച് പണിയാണ്. ഓക്കെ, നോ സീനാണ്. ഓക്കെ, റിപ്പയർ ചെയ്തോ. എന്നോടിക്കുന്ന എല്ലാവരും ഇപ്പം തന്നെ ലൈക്ക് അടി ഗൈസ്, കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തോ ഗൈസ്. ഓക്കെ, നമ്മൾ റോഡ് ടു 300 സബ്ബാണ്. അപ്പോൾ എല്ലാവരും സബ് ചെയ്യും ഗൈസ്. ഓക്കെ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി പോളിഷ്ഡ് ബ്ലാങ്ക് എത്രയാടാ വേണ്ടത്? 3. ഇവിടെ വേറെ ഇതും കൂടെ വന്നിട്ടാ, ഗ്ലൂഡ് ബീം. അതിന് നമുക്ക് ക്രിസ്റ്റാലിസ്ഡ് പോളിമർ ഓക്കെ, അത് വേണം ഗൈസ്. അതും പിന്നെ നമ്മളെ പോളിഷ്ഡ് റെഡ് വുഡ്. ഓക്കെ, എന്തായാലും നമുക്ക് ഇതുണ്ടാക്കാം. നമുക്കിനി വാക്സ്ഡ് ക്ലോത്ത് ഉണ്ടാക്കണ്ടേ. അതെവിടെയാണ് ഉണ്ടാക്കണേ? വാക്സ്ഡ് ക്ലോത്ത് എനിക്ക് തോന്നുന്നു നമ്മളെ മറ്റേ ലൂമിലാണെന്ന് തോന്നുന്നു. അപ്ഗ്രേഡ് ചെയ്യണം. എല്ലാം ഉണ്ടെന്നാണ് തോന്നുന്നത്. യെസ്, അവിടെ അടുത്ത് നോക്കി ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഫൈനലി നമ്മൾ ജയിച്ചിട്ടുണ്ട്. അല്ല സോറി, നമ്മൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്കിത് ടേക്ക് ചെയ്യാം. നിൽക്ക് നമുക്ക് എത്ര എണ്ണം വേണ്ടേന്ന് നോക്കട്ടെ. 4. 1, 2, 3, 4. ഇവിടെ വാക്സ് ഇല്ല. ഓക്കെ, നമ്മളെ വാക്സ് തീർന്നിട്ടുണ്ട്. റെഡ് വുഡൊന്നും ചെയ്തില്ലടാ ആരും. ഇവിടെ സഹായിക്കണമെന്ന് ആരുമില്ലേ ഗായ്സ്? ഇവിടെ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ആർമറൊക്കെ ടെസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മളെ ഷർട്ട് ഡാമേജാണ്, ബാഗ് ഡാമേജാണ്, ഷൂസും ഡാമേജാണ്. നമുക്കതെല്ലാം ഊരി ഇതിനകത്തോണ്ട് വയ്ക്കാം. റിപ്പയർ ബെഞ്ച് റെഡി ആവുമല്ലേ? അപ്പം നമുക്ക് റിപ്പയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആദ്യം ഇതിൽ വന്നിട്ട് സോറി എക്യുപ്മെൻറ്റ് നമ്മളെ ബെഞ്ചിൽ വന്നിട്ട് ഒരു ബാഗ്, പിന്നീട് നമ്മളെ ഷർട്ട്, ഡ്രസ്സ്, ഷൂസ്, പിന്നെ ഇതെന്തിനാണ് അവിടെ അതുണ്ടാക്കണ്ട, ഇതുണ്ടാക്കണം. പാൻ ഫൈൻഡർ സ്പെക്സ് ഇതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നു. ലൈറ്റ് അറ്റാക്ക്, ഡ്യൂറബിലിറ്റി എന്താന്ന് നമുക്ക് അറിഞ്ഞോടാ. ഒരു ദിവസം ഉണ്ടാക്കി നോക്കാം. എക്യുപ്മെൻറ്റ് സ്റ്റോറേജ് ഇതിൽ വന്നിട്ട് ഒരു ഷർട്ട്, ബാഗ്, പിന്നീട് ഷൂസ്. നമുക്കിതൊക്കെ ഇനി എക്യുപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. നമുക്കിനി നേരെ സ്റ്റോൺ എക്കോസ്, അത് ഞാൻ മാപ്പാക്കി നോക്കട്ടെ.
നമ്മൾ ആദ്യം എൽഡർ ഗ്ലോയിലോട്ട് പോകണം. അവിടുന്ന് ഡീപ്പ് റൂട്ടിൽ പോയിട്ട് നമുക്ക് സ്റ്റോൺ അക്കോസിലോട്ട് പോകണം. അതും അല്ലെങ്കിൽ നമ്മൾ മിറർ വാട്ടർ ലേക്കിൽ കൂടെ പോയിട്ട് സ്റ്റോൺ അക്കോസിലോട്ട് പോകണം. പക്ഷേ നമ്മൾ മറ്റേ മിറർ വാട്ടർ ലേക്കിൽ കൂടെ പോകണമെന്നാണ് എളുപ്പം. അതിനെക്കാട്ടി നമുക്ക് എൽഡർ ഗ്ലോയിൽ കൂടെ പോയി ഡീപ്പ് റൂട്ടിൽ കൂടെ പോയി സ്റ്റോൺ അക്കോസിൽ പോകണമെങ്കിൽ ഡീപ്പ് റൂട്ടിൽ നിന്ന് നമുക്ക് റെഡ് വുഡും വാക്സും എടുക്കാൻ പറ്റും. അതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പയർ ബെഞ്ച് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ഡീപ്പ് റൂട്ടിൽ കൂടെ പോകാം ഗൈസ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പം നമുക്ക് ആദ്യം എൽഡർ ഗ്ലോയിലോട്ട് പോകണം. എങ്ങനെ ഇരിക്കണം? നമ്മൾ എൽഡർ ഗ്ലോയിലോട്ട് എത്തിയിട്ടുണ്ട്. ബാൻഡേജ് എടുത്തില്ല. ഇതാണ് എൻ്റെ കുഴപ്പം, എല്ലാം മറന്നു. ഓക്കെ, എന്തായാലും നമുക്ക് നേരെ പോയി ബാൻഡേജ് എടുക്കട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ ചാവും ഗൈസ്, നിങ്ങൾക്കറിയാലോ. എടാ, നമുക്ക് അല്ലാത്ത ബാൻഡേജ് ഉണ്ടാക്കാൻ പറ്റുമോ? ഫുൾ അപ്ഡേറ്റ് ആയി കേട്ടാ. നമുക്ക് സാധാരണ ബാൻഡേജ് വീണ്ടും തിരിച്ചു വന്നു ഗൈസ്. ഓക്കെ, അത് നമുക്ക് അതുണ്ടാക്കാം ഗൈസ്. നമുക്ക് അതുണ്ടാക്കിയിട്ട് എന്തായാലും പോവാം ഗൈസ്, അത് നല്ലതാണ്. ഫുഡ് സ്റ്റോറേജിലാണോ? യെസ്. നമ്മൾ കിട്ടി 6 ഉണ്ട്. അതെടുത്തിട്ട് നമുക്ക് ഇവിടെ ഇടാം. ഓക്കെ ഗൈസ്, നമുക്കിനി നേരെ എൽഡർ ഗ്ലോയിലോട്ട് പോകാം ഗൈസ്. നോക്കിക്കോ, നമ്മൾ ഡയറക്റ്റ് ഇങ്ങ് ചെന്ന് അങ്ങ് ടെലിപ്പോർട്ടാകും ഗൈസ്. അത് കൊള്ളാം. പോണേക്ക് നമുക്കിതെടുക്കാം ഗൈസ്, ഹീൽ ചെയ്യണ ഫ്ലവർ. എടാ, നല്ല ഇടത്തിന് പോവല്ലേ. എസൻസ് എടുക്കാം. ഓക്കെ, നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഫൈനലി നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി ഡീപ്പ് റൂട്ടിലോട്ടാണ് പോവേണ്ടത്. ഡീപ്പ് റൂട്ട് നമ്മൾ എത്തി. ഓക്കെ, ഡീപ്പ് റൂട്ടിൽ നിന്ന് അടുത്ത് നമ്മൾ സ്റ്റോൺ എക്കോസ് ഗായ്സ്. ഞാൻ ഒരു സ്ഥലം കണ്ടിട്ടുണ്ട് ഗൈസ്, അവിടെ നമുക്ക് ഇതുണ്ട്, ഏത് അയണോർ. അതിനാണ് നമ്മൾ മെയിനായിട്ട് അവിടെ പോണത് ഗായ്സ്. നല്ല മഴ പെയ്യണുണ്ട്, കാലാവസ്ഥ ഇവിടുത്തെ ശരിയല്ല. നമുക്ക് റെഡ് വുഡ് അധികം നമ്മളിലുണ്ട് കേട്ടോ, നമുക്കിനി എടുക്കണം. എന്തായാലും ചുമ്മാ നമുക്ക് എടുക്കാം. അവിടെ ഫാസ്റ്റ് ട്രാവല്. ഓക്കേടാ, കിട്ടിയ എസൻസ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. എടാ, നമുക്ക് ഇതിന് കാര്യങ്ങളൊക്കെ ചെയ്യണം ഗൈസ്. ഓക്കെ, നമുക്ക് എൽഡർ ഗ്ലോയിൽ ഫസ്റ്റ് ട്രാവൽ ഉണ്ടോ? നോ, എൽഡർ ഗ്ലോയിൽ ഫാസ്റ്റ് ട്രാവൽ ഇല്ല. നമുക്ക് ഡീപ്പ് റൂട്ടിലുള്ള ഫാസ്റ്റ് ട്രാവൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം ഗൈസ്. സ്റ്റോൺ എക്കോസിൽ എത്തി. ലെറ്റ്സ് ഗോ. എടാ, ഞാൻ വിചാരിച്ച പോലെ നല്ലടാ, ഇവിടെ ഫുൾ ബ്യൂട്ടിഫുൾ ആണല്ലോ. എടാ, ഇത് ന്യൂ അപ്ഡേറ്റിൽ വന്നതാണ് ഈ റെഡ് വുഡ്. ഇവിടെ എന്തോന്ന് ഗൈസ് അറിഞ്ഞോടാ, ഞാൻ ഇവിടെ അധികം വരാറില്ല ഗൈസ്. അതേപോലെ തന്നെ ഈ സ്റ്റോൺ എക്കോസ് എന്ന് പറയുമ്പോൾ ഒരു മരുഭൂമിയായിരുന്നു ഗൈസ്. അപ്പോൾ അവർ ഫുൾ പുല്ലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരു മരുഭൂമിയാണ് വരേണ്ടത്. ഇവിടെ നമ്മളെ ബഡ്ഡ ഭവമുണ്ട്, അപ്പം സീനാണ്. അവിടെ കണ്ട് ഇവിടെ ഉടുത്തിനടിച്ച ബാക്കിയുള്ള എല്ലാവരും ഓടി വരും ഗൈസ്. ഇതെന്താണ്? അയണോർ ഗൈസ്, ഫൈനലി. എടാ, ഇത് മെറ്റൽ, അതിൻ്റെ ആവശ്യമില്ല. അല്ല, അബ്രസീവ് സാൻഡാ. അവിടെ ഫൈനലി ഞാൻ അന്വേഷിച്ച കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി. എടാ, ഇത് കൊള്ളാം. അയ്യോ അവ. ഓക്കെ, എന്തായാലും എടുത്തിട്ടുണ്ട്. അവിടെ സ്റ്റോൺ എക്കോസ് സീനാണ് കേട്ടാ.
അയനോട് ഞാൻ കുറച്ചധികം എടുക്കാൻ പോവുകയാണ് ഈസ്. അവിടെ വാക്സ്. ഓക്കെ, വാക്സ് കിട്ടി ഗൈസ്. നമ്മൾ ഡീപ്പ് റൂട്ടിൽ എത്തുന്നിടത്ത് വാക്സ് എടുക്കാൻ മറന്നുപോയി. എന്തായാലും ലക്ക് ഉണ്ട് ഈസ്. പിന്നെ വിളിച്ചു വരുത്തി അടിക്കാം. എടാ ടൊക്കോസോ. ഇവിടത്തെ അമിക്കിനൊക്കെ പവർഫുള്ളടാ. എന്തായാലും നമ്മളെത്രയാവൂലേ. എടാ എനിക്ക് പോയിസൺ അടിച്ച്. എടാ ഇത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഫുള്ളായടാ. ഫുൾ എക്സ് പി സോറി HP. അവിടെ ഈ ഹീലിംഗ് സാധനം കൊള്ളാൻ കേട്ടോ. എൻ്റെ പേരെന്തരായിരുന്നു? ഗ്ലോ റൂട്ട് ബാൻഡേജ്. ഓക്കെ. എടാ സീനായി. ഇവൻ ചത്ത് ഇവനെ കൊല്ലണം. ചാട. ഓക്കെ ചത്ത്. ഇവിടെ എന്തോ ഉണ്ടോ ഞാൻ മൈൻഡ് ചെയ്യാണ്. എന്തോ നെക്സ്റ്റ് അതിൻ്റെ അകത്ത് എന്തോ ഉണ്ട് കേട്ടാ. മുട്ടയല്ല. എടാ ഹീലടി. എടാ അറ്റൊക്കെ ഡെഡ് ആവും ചിലപ്പം. ഇവിടെ എല്ലാം ഓടി നിന്നടാ. പഞ്ഞിക്കിട്ട്. കയറി. ഓക്കെ ഫയർ രക്ഷപ്പെട്ട്. നമ്മൾ ഇവൻ്റെ ലൈഫില്ല കേട്ടാ. ഓക്കെ ഞാനടിച്ച്. ഹീലിംഗ് തീർന്നിട്ടുണ്ട്. നമ്മളതിലിപ്പം അയൺ ഓർ 15 ഉണ്ട്. നമുക്ക് റിപ്പയർ ബെഞ്ചിന് അത്രയും കിട്ടും. എന്തായാലും നമുക്ക് സ്റ്റോൺ എക്കോസിലുള്ള എക്സ്പ്ലോർ നമുക്ക് നിർത്താം ഗായ്സ്. ഈ അയൺ ഓർ വെച്ച് നമുക്ക് റിപ്പയർ ബെഞ്ച് ഉണ്ടാക്കണോ അല്ലെങ്കിൽ വലിയ ആർമർ ഉണ്ടാക്കണോ ഗൈസ്? അല്ലെങ്കിൽ റിപ്പയർ ബെഞ്ച് ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ ബേസിൽ പോകണം ഗൈസ്. ഇവിടെ മറ്റേതുണ്ട് ഗൈസ്. ദണ്ട അതിനെടുക്കട്ടെ. എസൻസ്. എടാ അറ്റൊക്കെ ഡീലിയടാ. എടാ ഇവിടെ പവറൊന്നും ഇല്ല കേട്ടോ അവർക്ക്. എടാ ഇവിടെ മണൽക്കാറ്റ് വന്നടാ. മണൽക്കാറ്റ്. നമ്മൾ ഇൻവെൻട്രി ഫുള്ളായി തോന്നണം കേട്ടോ. ഇതിൽ കിട്ടിയാൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റുമെന്ന് ഡൗട്ടുണ്ട്. എടാ ഓക്കെ അവൻ ചത്ത്. ആവശ്യമുള്ളതായിട്ടൊന്നുമില്ല. നമുക്ക് പോയിസൺ അടിച്ച കേട്ടോ. ഓക്കെ ബേസിലെത്തിയിട്ടുണ്ട്. ആദ്യം നമുക്കിതിൽ പോയിട്ടൊരു വാക്സിൻ്റെ ഇതുണ്ടാക്കാം. ഓക്കെ അതാരെങ്കിലും അതുണ്ടായിക്കോളും. നമുക്കിനി ഇൻവെൻട്രി കുറേ എസൻസ് കിട്ടിയിട്ടുണ്ട്. തേക്കാളല്ല സ്റ്റോർ. ഓക്കെ നമ്മളെ സ്റ്റോണിൽ യെസ് എന്താ അബ്രേസീവ് സാൻഡ്. അത് വെച്ച് നമുക്ക് സ്മൂത്ത് സാൻഡ് അങ്ങനെ എന്തുണ്ടാക്കാൻ പറ്റും. ഓക്കെ നെക്സ്റ്റ് വാക്സ്. പിന്നീട് നമ്മളെ അയൺ ഓർ, പിന്നെ റെഡ് വുഡ്. എംഎസിലല്ലേ അതുണ്ടാക്കേണ്ടത്. അതിനൊക്കെ അപ്ഗ്രേഡ് ചെയ്യാം. അവിടെ ഒരു അയൺ പാർട്ട് ഉണ്ടാക്കാൻ 4 ഓർ വേണോ? ഇപ്പം 4 + 4 8. ഓക്കെ ദഹിയൊന്നും തോന്നണില്ല. നമ്മളതിൽ ഇനിയും
അയൺ ഓർ വേണം. ആദ്യം ഇത് അപ്ഗ്രേഡ് ചെയ്യാം. അതിന് നമുക്ക് സ്മൂത്ത് സാൻഡ് വേണമല്ലേ? അതെങ്ങനെ ഉണ്ടാക്കണം നോക്കട്ടെ. അതിന് 4 ഇത് വേണം ഗൈസ്. അപ്പം തികയൂല. ഇവിടെ വാക്സിൻ്റെ ഫാമുണ്ടോ? 21 ലെവലായി അത് അൺലോക്കാവും. അത് കൊള്ളാം. നമുക്കിനി പോയിട്ട് ബാൻഡേജ് ഉണ്ടാക്കാം. നമ്മൾ ആർമർ അധികം ഡാമേജ് ആയില്ല. എവിടെ മെഡിസിൻ എന്തിനാണ് ഹീലിംഗ് ബാൻഡേജ് ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഗ്ലോ റൂട്ട് എടുത്തല്ല, അത് നമ്മൾ ഉപയോഗിച്ച് തോന്നുന്നു. ഉള്ളതെല്ലാം വച്ച് ഞാൻ ഉണ്ടാക്കി 5 എണ്ണം. ഓക്കെ, അത് ഫുള്ളായിട്ടുണ്ട്. നമുക്കിനി അത് ഞാൻ പോയിട്ട് കയ്യിലെടുത്ത് വെക്കട്ടെ. ഗൈസ്, പിന്നീട് ഞാൻ ഈ സ്റ്റോൺ ഫാം ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്ത് ഞാൻ വേറൊരു ഫാം കണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു അയൺ ഫാം ആണെന്ന് തോന്നുന്നു. ഇതാണ്ട് സാൻഡ് കയറി ഗൈസ്. ഇത് മറ്റേ സാൻഡിൻ്റെ ആണ്. അത് 23 ലെവലാവണം. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മൾ ഐക്യാക്കി ലെവലപ്പ് ചെയ്താലോ? ഫ്യൂഷൻ ചാമ്പർ ലെവലപ്പ് ചെയ്യണം എങ്ങനെ? ഓക്കെ, ഇതിൽ ലെവലപ്പ് കുറച്ച് ലെവലപ്പ് ആയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണേ. നമുക്ക് അമിക്കിൻ്റെ അടുത്ത പാർട്ടായിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.